ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അർഷാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. കൂടെ തന്നെ പാലൊന്നും ഒഴിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആദ്യം നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നോമ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് എണ്ണയിൽ പൊരിക്കാത്ത ഒരു ഇഫ്താർ സ്നാക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് കാലിയാവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മൊമോസാണ്. എണ്ണയിലൊന്നും പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. അധികം ലൂസായി പോകാനും പാടില്ല, എന്നാൽ നന്നായിട്ട് ഹാർഡാകാനും പാടില്ല. ആ രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഡോ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സ്റ്റെപ്പ് മറന്നു പോകരുത്. ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഓരോന്നായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വലിയ ഷീറ്റായിട്ട് പരത്തിയതിന് ശേഷം ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ആ സമയം കൊണ്ട് ഞാനിവിടെ അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൻസ്ഡ് ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത്. ബോൺലെസ് ചിക്കൻ ആയാലും മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലോ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്പ്രിംഗ് അണിയൻ, ഹോട്ട് സോസ്, സോയ സോസ്, കെച്ചപ്പ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട്, സോസിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു അല്പം ഹണി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യം കുറച്ചെടുത്ത ഡൗ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ഒന്ന് ഞൊറിഞ്ഞെടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിവിടെ 2 രീതിയിൽ മൊമോസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ രീതി കാണിക്കുന്നത് പാൻ ഫ്രൈ ആണ്. അപ്പോൾ ആദ്യത്തേത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു സെറ്റ്. ഇനി അത് മാറ്റി വയ്ക്കാം. കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം എണ്ണ തടവിയിട്ട് ചെയ്യാതിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൊമോസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗം ഒന്നൊരു ബ്രൗൺ കളർ, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിൽ ഈ പാനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അടിഭാഗം ഒന്ന് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് അല്പം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓയിലുള്ള ചൂടുള്ള പാനിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാതെയൊക്കെ ഒന്ന് മൂടി വെച്ച് അങ്ങനെ പതുക്കെ വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദാ ഇവിടെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് പറ്റിയിട്ടുള്ള ഒരു സോസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സോസിൻ്റെ റെസിപ്പിയും ഞാനിവിടെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് പാൻ ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതിൽ ഇപ്പോൾ ഡോ ഒക്കെ റെഡിയാക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവാനായിട്ട് മറക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടായാലും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. മൊമോസിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാനിവിടെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ചെറുതീയിൽ ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക. അതിലേക്ക് കെച്ചപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള സോസ് ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുണ്ട് കേട്ടോ. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വേവിച്ച് അരച്ചെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റിയും നല്ല കോംബോ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് സോസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഹണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒണിയൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പൈസയൊക്കെ കൊടുത്തിട്ട് കടയിൽ നിന്നും വാങ്ങി കഴിക്കുന്നതിന് പകരം ഹെൽത്തി ആയിട്ട് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി പാത്രം കാലിയാവുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ മൊമോസ് ഈ ഒരു സോസിൽ മുക്കി കഴിക്കുന്നതാണ്
അതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ള മൊമോസൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടി ആട്ടപ്പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾക്കായാലും സ്റ്റീം ചെയ്ത് കഴിക്കുന്ന ഫ്രൈ ഒന്നും ചെയ്യാതെ ഓയിലൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പാത്രം കാലിയാവുന്നത് അറിയില്ല കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്തതായിട്ട് വീട്ടിലുള്ള ഒരു 3 പ്രധാന ചേരുവകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കരിക്കും മാങ്ങയും തേങ്ങാപ്പാലുമാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബാക്കിയെല്ലാം അഡീഷണൽ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി തന്നെയാണ്. ഒരു 4 മീഡിയം ഗ്ലാസ് ഡ്രിങ്ക് സെർവ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു കരിക്കിൻ്റെ കാമ്പ് ബ്ലെൻഡറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിൻ പാലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു ബൗളിലേക്ക് ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഞാനൊരു കരിക്കിൻ്റെ ഇളം കാമ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാങ്ങ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് ബൗളിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടും ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെർമിസെല്ലി. ഇതിന് പകരമായിട്ട് സാഗോ സീഡ് സാബുദാന ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അനാർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും ആ മാംഗോയും തേങ്ങാപ്പാലും കൂടി ചേർന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് മതിയാകും. നല്ല ഉന്മേഷവും ക്ഷീണം അകറ്റാനും ദാഹം ഇല്ലാതാക്കാനും ഒക്കെ നമുക്കിത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പാലില്ലെങ്കിലും തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളതും വെറും 3 ചേരുവകൾ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നല്ലേ. അപ്പോൾ ഇത് ഞാൻ 2 ഗ്ലാസ്സിലേക്കായിട്ട് സെർവിങ് ഗ്ലാസ്സുകളിലേക്കായിട്ട് പകർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് മാതളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടേന്നേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.